Praise the Lord. Hallelujah. Praise to Jesus. Thank you, Holy Spirit. Hallelujah. 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 കർത്താവിന് മഹത്വം മഹത്വം. യേശുവേ അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന് മഹത്വം മഹത്വം മഹത്വം. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ച് പന്തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയൻ ഒരുക്കി തന്ന നല്ല സമയത്തെയും നല്ല സന്ദർഭത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം കൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വചന ധ്യാനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു പാട്ടിൻ്റെ 1-2 ലൈൻ മാത്രം പാടി നമുക്ക് വചനത്തിലേക്ക് കടക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാക്കയാലാഹാരം തന്നവൻ ശ്രേഷ്ഠമായി എന്നെ നടത്തിടും, വിശ്വസ്തൻ എന്നെ വിളിച്ചത് നടത്തും അന്ത്യം വരെ. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും, വിശ്വസ്തൻ എന്നെ വിളിച്ചത് നടത്തും അന്ത്യം വരെ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പാടും ഞാനായുസിനാളെല്ലാം വീണ്ടെടുത്തായൻ പ്രിയനെ, സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. പാടും ഞാനായുസിനാളെല്ലാം വീണ്ടെടുത്തായൻ പ്രിയനെ, സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആകുല ചിന്തകൾ വേണ്ടിനി ആശ്വാസകാലം അടുത്തല്ലോ, ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ആകുല ചിന്തകൾ വേണ്ടിനി ആശ്വാസകാലം അടുത്തല്ലോ, ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ മാർവതിൽ, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുന്നോട്ട് പോയിടാം. എന്നോട് ചേർന്ന് കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ പാർവതിൽ, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുമ്പോട്ട് പോയിടാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ
പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ, ഈ രാത്രിയുടെ വേളയിൽ കർത്താവെ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവ്, സംഭവം ബഹുലമായ ഒരു ലോകത്തിൽ ഞങ്ങളായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ അവിടേക്കെയും ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നപ്പ. ഇന്ന് രാത്രികാലം കർത്താവിൻ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ അവർക്കൊരു വിടുതലും ആശ്വാസവുമായി മാറണം. ആരൊക്കെയോ വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടു കൂടി ആയിരിക്കുന്നു കർത്താവ്, അവർക്കൊക്കെയും ഒരു വലിയ മിറക്കിൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറട്ടെ, ഒരു സമാധാനമായി മാറട്ടെ. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് എല്ലാവരോടും സംസാരിക്കണമേ അപ്പാ. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കണം. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിയണമേ, സഹായിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു പകൽക്കാലം കൂടെ നമ്മളെ വിട്ട് കടന്നു പോയി. എത്രയോ അനിഷ്ട സംഭവങ്ങൾ, തീരാരോഗത്താൽ ബാധിക്കപ്പെട്ടവർ, ഹോസ്പിറ്റലും മറ്റുമായി അഭയം പ്രാപിച്ചവർ അനേകർ, ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ ഇല്ല എന്ന ഓർത്ത് ഭാരപ്പെടുന്നവർ അനേകർ. എൻ്റെ പ്രിയരെ, അവിടെയൊക്കെ നടുവിൽ ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. കർത്താവ് നമ്മളെ ഇത്രത്തോളം സമാധാനമുള്ളവരാക്കി തീർത്തതിൽ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയരെ, കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഒരല്പം നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥനയിലെ രഹസ്യം എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലെ രഹസ്യം. എൻ്റെ പ്രിയരെ, നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. എന്നാൽ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്, പ്രാർത്ഥനയിലുള്ള രഹസ്യം എന്താണ്, ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കേണ്ടുന്നത് എவ்விதമാണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ മറ്റെന്തിനേക്കാളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സത്യം പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ആൻറ്റി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തതെന്ന് പലരും പറയാറുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത് എന്ന്. എൻ്റെ പ്രിയരെ, നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് അല്പനിമിഷം ചില കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിലൂടെ ചിന്തിക്കാം. കർത്താവില്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവേ, യോഹന്നാൻ എൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, ഒരു ദൈവ പൈതലിന്റെ ആ പ്രാർത്ഥനയിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയരെ, കാഹളം ധ്വനിച്ചാൽ കർത്താവിനോട് കൂടെ പോകണം. ഇത് ഒറ്റ ചിന്തയാണ് നമുക്കുള്ളത്. എപ്പോൾ അരുമനാഥന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും, അരുമനാഥനോട് കൂടെ പോകണം എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ പ്രിയ ദൈവമക്കളെ, നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ അതായത് അകത്തെ മനുഷ്യൻ പൂർവാധികം ശക്തിപ്പെടണം. നമുക്ക് ദൈവമക്കളെ ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇരിക്കുന്ന ഇടത്ത് എല്ലാ ദൈവമക്കളും ഒരുപോലെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടപ്പ, അങ്ങയുടെ തിരു രക്തത്താലെ എന്നെ കഴുകണമേ എന്ന്. ഇന്ന് രാത്രികാലം കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നു എങ്കിൽ കുഞ്ഞെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവഹിതമല്ലാത്തതൊന്നും എന്നിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, കർത്താവേ, എന്നിൽ അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും ഉണ്ടാകരുതേ എന്ന. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, വായിച്ച വേദഭാഗത്തൊക്കെ നാം ചിന്തിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ ദൈവമക്കളെ, നമുക്കാർക്കും പ്രാർത്ഥിക്കുവാൻ
അറിയില്ല കേട്ടോ. അതാണ് എന്റെ സത്യം. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ ധാരണയാണ് നമുക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. നമുക്കെല്ലാം അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളത് നമ്മുടെ ധാരണയാണ്. എന്നാൽ പ്രിയരെ, വേറെ ഒന്നും പഠിച്ചില്ല എങ്കിലും, വേറെ ഒന്നും നമ്മൾ നേടിയിട്ടില്ല എങ്കിലും, പ്രൈസ് ദി ലോർഡ്, നാം എന്ത് നേടണമെന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ നേടണം. അതിൽ ദൈവത്തിൽ നിന്ന് ഒരു വരമാണത്. ആ വരം കർത്താവിനോട് ചോദിച്ചു വാങ്ങണം. ദൈവമേ, ദേശത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം, എന്റെ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം, എന്റെ സഭാ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം, എന്റെ ശുശ്രൂഷകരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ എനിക്കൊരു വരം വേണം. ആ പ്രാർത്ഥന വരമില്ലാത്ത കൊണ്ട് ഇന്നേക്ക് ലോകത്തെ ഇന്നത്തെ അനേക ദൈവദാസന്മാർ പോലും പ്രാർത്ഥിക്കത്തില്ല പ്രിയരെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രസംഗിക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രബോധനം പറയും, പക്ഷെ പ്രാർത്ഥിക്കത്തില്ല. ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അതൊരു വലിയ കൃപയാ. ആ കൃപ ഇന്നേക്ക് എല്ലാവരിലും ഇല്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ഹല്ലേലൂയ, സത്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് രണ്ട് കാര്യം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം, മറ്റൊന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യമാണ് അവർ ചോദിച്ചത്. പ്രിയരെ, അതായത് വർദ്ധിച്ച വിശ്വാസവും പ്രാർത്ഥന ജീവിതവും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവ പൈതലേ, ഉലകത്തിൽ നമുക്ക് മറ്റൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്നും തന്നെ വേണ്ട. കാരണം എന്താണെന്ന് അറിയാമോ? ആ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ദൈവത്തിന് ബന്ധമുണ്ട്. ദൈവം ആ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാകും. എനിക്ക് രണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. എനിക്ക് അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെയാണ് എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളത്. പക്ഷേ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചുരുക്കം ചിലരാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. കർത്താവേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്ത ജനങ്ങൾ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? എനിക്ക് തന്നെയാ മനസ്സിലാകുന്നില്ല. ചില സമയം ഞാൻ അവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. പക്ഷേ അതിൽ ഈ അന്തരംഗം അവർക്കുള്ള പ്രശ്നം, അവരുടെ ആ ഫാൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന വരമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പ്രാർത്ഥിക്കുവാൻ കൃപയില്ലാത്തത് കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, എത്ര പേർ വിശ്വസിക്കുവാൻ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് ബോധ്യമുള്ളവർ മാത്രം ഒരാമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, 1 മുതൽ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 8 പ്രാവശ്യം ഞങ്ങൾ എന്ന പദം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ വചനത്തിൽ 8 പ്രാവശ്യം ഞങ്ങൾ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നു. പ്രിയരെ, ശിഷ്യന്മാർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. കർത്താവേ, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളായി മാറണം. എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളായി മാറണം. ഞങ്ങളായി മാറിയാൽ വിടുതൽ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയുടെ ഒരു മെത്തേഡ് തന്നെ പ്രിയരെ, പ്രാർത്ഥനക്കാരെല്ലാം ഞങ്ങളായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളായി മാറുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, വിടുതൽ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ശിഷ്യന്മാരുടെ ഇടയിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം കാണുവാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ഒന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി തടയപ്പെടുന്നത് എന്നത് ഇന്ന് രാത്രികാലം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ പ്രാസം കുറഞ്ഞത് കൊണ്ടല്ല, പിന്നെയോ പ്രാർത്ഥനയുടെ ദൈർഘ്യം കുറഞ്ഞതോ കൂടിയതോ അല്ല, പിന്നെയോ പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് പ്രിയരെ ഒരു യൂണിറ്റി അഥവാ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒത്തൊരുമ അല്ല, എങ്ങനെ ആയിരിക്കല്ലോ മലയാളം, വെളിപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെട്ടു വന്നാൽ അവിടെ വിടുതൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് പലരിലും പ്രാർത്ഥിക്കുന്ന ഇടത്ത് ഒത്തൊരുമ ഇല്ലാതെ പോകുന്നു എന്നതാണ് അതിന്റെ സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ
നിങ്ങൾ എന്ന ഭാവം മാറിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം മാറിയിട്ട് അവിടെ ഞങ്ങളായി മാറണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഇത് വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവിടത്ത് മാത്രമാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നത്. പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രിയരെ, അവർ കൂടിയിരുന്ന സ്ഥലം എന്തായെന്നറിയാമോ? കുലുങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥന, ഹല്ലേലൂയ. അവർ ഒരുമിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ അവർ ഏകാഗ്രതയോടുകൂടെ ഒരുമനപ്പെട്ടപ്പോൾ എന്റെ പ്രിയരെ, അവർ ഇരിക്കുന്ന ഇടം കുലുങ്ങി. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ കൂടിയിരുന്ന സ്ഥലം എന്തായി? കുലുങ്ങി എന്ന വചനം വ്യക്തമാക്കുന്നു. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണം. എന്താണ് പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. പ്രിയരെ, ഇവിടെ ഹല്ലേലൂയ നാം കാണുന്നത് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പ്രിയ ദൈവ പൈതലെ, ഒന്ന് ഇരിക്കുന്ന ഇടത്ത് ഉറക്കെ പറയാമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവേ, എന്നിലൂടെ, എന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമം നമ്മുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ് ഹല്ലേലൂയ നാം ആഗ്രഹിക്കേണ്ടുന്നത്. വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, ഒരു നല്ല തീരുമാനമെടുക്കണം. ഈ വചനം കേട്ട് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് ഒരു നല്ല തീരുമാനമെടുത്ത് ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം ഈ വചനത്തെ നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിൽ വിശുദ്ധീകരണം പ്രൈസ് ദി ലോർഡ് സംഭവിക്കാത്തത് ഒന്ന്, എന്റെ പ്രിയരെ, എനിക്കോ എന്റെ കുടുംബത്തിനോ മക്കൾക്കോ വേണ്ട എന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സംസാര രീതി, നമ്മുടെ പ്രവർത്തന രീതി, ഇതെല്ലാം കർത്താവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ചിലരെ കണ്ടിട്ടില്ല ദൈവമക്കളെ, ദൈവമക്കളാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പൊതുതലങ്ങളിലൊക്കെ ഇറങ്ങി മഹാവൃത്തികേടായിട്ട് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് കഴിയും. നമ്മുടെ വായിൻ വാർത്തകൾ ഉപ്പിനാൽ രുചി വരുത്തത്തക്ക രീതിയിലായിരിക്കണം ദൈവ പൈതലെ. ഹല്ലേലൂയ. നാം ഏത് സ്ഥാനത്ത് എവിടെ ഇറങ്ങിച്ചെന്നാലും അതൊരു ദൈവ പൈതലാണ്, ഒരു ദൈവദാസിയാണ്, അതൊരു കർത്തൃദാസനാണെന്ന് പറയുന്നത് നാം പറയേണ്ട കാര്യമില്ല. നമ്മളെ കാണുമ്പോൾ തന്നെ, നമ്മുടെ നെറ്റി കാണുമ്പോൾ തന്നെ അതൊരു ദൈവദാസിയാ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസിയ എന്ന് പറയുവാൻ ഇടയാകണമെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മുടെ സംസാര രീതികൾ, പ്രവർത്തന രീതികൾ എല്ലാം വെളിപ്പെടുത്തും. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവനാമം ദൂഷിക്കപ്പെടരുത് എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ദൈവനാമത്തിന് ദുഷിപ്പ് വരുന്ന ഒന്നും തന്നെ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ചിന്തയിലോ നോട്ടത്തിലോ ഒന്നും ഉണ്ടാവരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ കൊച്ചു മുറിക്കകത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഹല്ലേലൂയ. ദൈവജനമേ, ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങ്. എന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, എന്റെ കുടുംബത്തിനകത്ത്, ഓ അങ്ങയുടെ രാജ്യം ഇറങ്ങി വരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് പ്രാർത്ഥന ജീവിതമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് എന്റെ ഒരു അഡ്മിനുണ്ട്, എന്റെ ഒരു സഹോദരി എന്നോട് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് അന്ന് ഉറക്കം വരത്തില്ല. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്ന ഒരു സഹോദരി ഓർത്ത് ഞാൻ ഇന്നും സ്തുതിക്കുന്നു. എത്ര പേർക്ക് പ്രാർത്ഥന ജീവിതമുണ്ട്? ഹല്ലേലൂയ. ഓൺലൈനായിരിക്കുന്ന ദൈവ പൈതലെ, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോ ഉറങ്ങുവാനായിട്ട് കിടന്നാൽ പിന്നെ ഉറക്കം മാത്രമേ ഉള്ളൂ, രാവിലെ പോലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ലല്ലേ? ഹല്ലേലൂയ. കുഞ്ഞേ, പ്രഭാതമായിട്ട് പോലും പിന്നെയും കിടക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. ഉറങ്ങി 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 ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. മണവാളൻ വരും കുഞ്ഞേ. മണവാളൻ വരുമ്പോൾ ഹല്ലേലൂയ ഉണർന്നിരിക്കുന്നവരാ പ്രൈസ് ദി ലോർഡ് മണവാളനോട് കൂടെ കടന്നു പോകുന്നത് ഉറങ്ങുന്നവരല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഉറങ്ങിയാൽ ജീവിതത്തിൽ പരാജയമാണ്.
ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില നേരങ്ങളിൽ ഞാൻ എന്നും 4:30 മണിക്ക് എഴുന്നേൽക്കുന്ന, എനിക്ക് അലാറം ഉണ്ട് പോലും ഇല്ല പോലും, ഞാൻ 4:30 മണിക്ക് എഴുന്നേൽക്കും. എന്റെ അഡ്മിന്മാർ ആ സമയത്ത് അവർ പ്രയർ ഇടുന്ന സമയം കൂടെയാ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അഡ്മിന്മാരുണ്ട്. ദൈവകൃപയാൽ എനിക്ക് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം പോലും ലേറ്റ് ആക്കാതെ കൃത്യം 4:25 എഴുന്നേൽക്കുന്ന അഡ്മിന്മാരായി എനിക്കുള്ളത്. ഓൺലൈൻ മാധ്യമത്തിൽ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനത് തുറന്നു പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത്, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് പോലും തെറ്റിക്കത്തില്ല. ഞാൻ ഉറങ്ങിപ്പോകാറില്ല. ഞാൻ ആ സമയത്ത് ഉണരുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ 4:30 മണിക്ക് ഉണരാതെ, ഞാൻ അന്ന് 4:45 കഴിഞ്ഞപ്പോൾ, ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു കരഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവേ, എന്നെ എന്തിനാ ഉറക്കിയെന്നാ ഞാൻ ചോദിച്ചത്. എന്തിനാ എന്നെ ഉറക്കിയത്? ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എത്ര നിമിഷങ്ങൾ എനിക്ക് വേസ്റ്റായി. കാരണം ഞാൻ നിത്യം 3:30 മണി 3:45 സമയം ഒക്കെ എഴുന്നേറ്റിരുന്ന് ഞാൻ പുസ്തകം വായിക്കുക, എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങുന്നതാ. ആ സമയം മുതൽ ഞാൻ ഉറങ്ങാറില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. എന്നാൽ ഹാലലി, ഒരു കാര്യം വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ അലാറം വെച്ചെങ്കിൽ മാത്രമേ ഉണരുകയുള്ളൂ. എന്റെ കർത്താവിനെ എഴുന്നേൽപ്പിക്കണം, ഇല്ലെങ്കിൽ ഹാലലി എനിക്ക് പറ്റത്തില്ലപ്പാ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസം നിങ്ങൾക്ക് കേൾക്കണോ ദൈവ പൈതലെ, ഞാൻ അലാറം വെച്ചില്ല. 4:30 മണിയായപ്പോൾ എന്നെ ആരോ അടിച്ചതുപോലെ, ഒറ്റയടി എന്നെ അടിച്ചതുപോലെ എനിക്ക് തോന്നി. എനിക്ക് നൊന്നതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്റെ അപ്പൻ എന്നെ ഉണർത്തിയതാണ്. എന്റെ പ്രിയ ദൈവ പൈതലെ, ഉണർന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ ഉറങ്ങിപ്പോയാൽ പരാജയമാണ്. നാം കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ നമുക്ക് കഴിയുകയില്ല എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം മതി നാഥ എന്ന ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, കർത്താവിനോട് നിലവിളിക്കുവാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. അപ്പാ, അങ്ങയുടെ രാജ്യം ഇറങ്ങി വരണം, അങ്ങയുടെ ഇഷ്ടം മതിയപ്പാ, എന്റെ ഇഷ്ടം വേണ്ട എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ജോസഫിന്റെ ചരിത്രം നാം എല്ലാവരും പഠിച്ചവരാ, നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം ദൈവമക്കളെ, എന്നാൽ ജോസഫിന്റെ ചരിത്രത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. ജ്യേഷ്ഠന്മാരാൽ വിൽക്കപ്പെടണമെന്നതാ. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടമെങ്കിൽ എന്റെ വസ്ത്രം അവർ അഴിച്ചൂരി എന്നതാ. നിന്റെ ഇഷ്ടമെങ്കിൽ 20 വെള്ളിക്കാശിന് അടിമകളായി വിൽക്കപ്പെടണമെന്നതാ. നിന്റെ ഇഷ്ടമെങ്കിൽ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുക എന്നത് നിന്റെ ഇഷ്ടമെങ്കിൽ, ഹല്ലേലൂയ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുക എന്നത് നിന്റെ ഇഷ്ടമെങ്കിൽ, കൈകാലുകൾ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിച്ച് 13 വർഷം കാരാഗ്രഹവാസം നിന്റെ ഇഷ്ടമെങ്കിൽ എന്റെ ഇഷ്ടം വേണ്ട. ഹല്ലേലൂയ. ജോസഫ് പ്രാർത്ഥിക്ക്, എന്റെ ഇഷ്ടം വേണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു? എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? എന്റെ ഇഷ്ടം വേണ്ട നാഥ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അപ്പാ, അങ്ങയുടെ ഇഷ്ടം മതി നാഥ. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എന്റെ അപ്പന്റെ ഇഷ്ടം മതി. എന്റെ കുടുംബത്തിനകത്ത് എന്റെ അപ്പന്റെ ഇഷ്ടം മതി എന്ന് എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ സമർപ്പണത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയും? അങ്ങയുടെ ഇഷ്ടം മതി നാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാകാം. ഒരു പക്ഷേ കുടുംബത്തിനകത്ത് നാം ഒറ്റപ്പെട്ട അവസ്ഥയാകാം. കുഞ്ഞെ, ഒരു കാര്യം പറയാം, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു വലിയ ഇഷ്ടമുണ്ട്. സഹോദര, ദൈവത്തിന് നിന്നെ കുറിച്ച് ഇഷ്ടമുണ്ട്. കുടുംബത്തിൽ നീ ഒരു പക്ഷെങ്കിൽ നീ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാവാം. നീ തനിപ്പെട്ട അവസ്ഥയിൽ നീ ജീവിക്കുന്ന ഒരു വ്യക്തിയാവാം. സഹോദരി, നിന്നെ കുത്തുവാക്കുകളും പറഞ്ഞ് നിന്നെ അപമാനിച്ച് നിന്ദിച്ചൊതുക്കി നിന്നെ വെറുത്തൊതുക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നീ ജീവിച്ചു വരുന്നത്. പക്ഷേ നിന്നെ കുറിച്ച് നിന്റെ അപ്പന് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം മതിയെന്ന് പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയെ കുറിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്റെ അപ്പനൊരു പദ്ധതിയുണ്ട്, എന്റെ അപ്പനൊരു ഇഷ്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക്
ഒരുമിച്ച് ചേർന്ന് പറയാ, കർത്താവേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ അപ്പ, അങ്ങയുടെ ഇഷ്ടമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങ. കർത്താവേ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ മതിയപ്പ, അത് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങ. നമ്മുടെ ജീവിതത്തിൽ പല ഇഷ്ടങ്ങളുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ചിലപ്പോൾ എന്റെ ഇഷ്ടം ജോലി വേണമെന്ന, എന്റെ ഇഷ്ടം എനിക്കൊരു വലിയ ബംഗ്ലാവ് വേണമെന്ന, എന്റെ ഇഷ്ടം ഒരു കാർ വാങ്ങണമെന്ന, എന്റെ ഇഷ്ടം കടം മാറണമെന്ന. എന്നാൽ ഹല്ലേലൂയ, എന്റെ ഇഷ്ടം സൗഖ്യമാക്കണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം വേണമെന്ന, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു വഴി തുറക്കണമെന്ന. ഇതെല്ലാം എന്താണെന്നറിയാമോ? നമ്മുടെ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ദൈവ പൈതലേ, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി കാത്തിരിക്കണം. എനിക്കെപ്പോഴും പലപ്പോഴും എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു സഹോദരൻ ഒരു പ്രാർത്ഥനാ വിഷയം തരാറുണ്ട്. ആ പ്രാർത്ഥനാ വിഷയം കാണുമ്പോൾ എന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം എന്താണെന്നറിയാം? അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ആ സിസ്റ്ററെ കുറിച്ച് പ്രാർത്ഥിക്കണം. ഈ സിസ്റ്ററെ ഒരു 3-4 സഹോദരിമാരുടെ പേര് പറഞ്ഞിട്ട് പറയും, അവരൊക്കെ എന്നോട് മിണ്ടത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവ സ്ത്രീകൾ മിണ്ടാത്തത് കൊണ്ട് ദുഃഖിക്കുന്ന ഒരു സഹോദരനെ എനിക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവ പൈതലേ, നമ്മുടെ ചിന്ത അത് ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമുള്ള ചിന്തയാണോ നാം ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കണമേ ദൈവ പൈതലേ. നമ്മൾ ചിന്തിക്കുന്ന ആ ഇഷ്ടം ദൈവത്തിന് ഹിതമല്ല എങ്കിൽ ദൈവത്തിന് എന്ത് പ്രയോജനമാണ് ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ തരണമേ 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 എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ചിന്തിക്കത്തില്ലേ ആ നമ്മൾ ചിന്തിച്ച കാര്യം അത് വല്ല പ്രയോജനമുള്ളതാണോ എന്ന്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, ആവശ്യമില്ലാത്ത ലിസ്റ്റുകൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നാം ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളും അത് കൃത്യമായിരിക്കണം. ഹല്ലേലൂയ. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ദൈവത്തിന് പ്രയോജനമുണ്ടോ എന്ന് കർത്താവ് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ ഒരു ഓഫീസിൽ നാം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് റിജക്റ്റ് ആകാറില്ലേ എന്റെ പ്രിയരെ? അതുപോലെ തന്നെ ആ കർത്താവിന്റെ സന്നിധിയിലും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം വചനത്തിന് മുൻപിൽ താടിരിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ഇഷ്ടമല്ല, സ്വർഗത്തിലെ അപ്പന്റെ ഇഷ്ടമാണ് നടക്കേണ്ടുന്നത്. അങ്ങനെ നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മിലേക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആ ദൈവ രാജ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗം ഇറങ്ങി വരുമെന്നേ. കർത്താവ് ഇറങ്ങി വരും സഹോദര. കർത്താവ് ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കണം ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ലെങ്കിൽ നിശ്ചയമായും മകനെ മകളെ നിന്റെ ആവശ്യം എന്താ? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ എന്തിനാണ് നിരാശനായി നിൽക്കുന്നത് എന്ന് ചോദിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാ നിങ്ങളും ഞാനും ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തക്കതായ കാരണത്തോടു കൂടെ മാത്രമേ നിലവിളിക്കാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം മുട്ടിന്മേൽ നിൽക്കുന്നു. ഹല്ലേലൂയ. നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹല്ലേലൂയ ഒരു പക്ഷേ നിനക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാവാം, നിനക്ക് നിലവിളിക്കുവാൻ അറിയാത്തൊരു വ്യക്തിയാവാം. ചിലർക്ക് കരയാൻ അറിയത്തില്ല എന്ന് പറയും. ചിലർ പറയും, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് ഒരു കണ്ണുനീര് പോലും, ഒരു സൊട്ട് പോലും, ഒരു തുള്ളി പോലും എന്റെ കണ്ണിൽ നിന്ന് വരത്തില്ല എന്ന് പറയുന്നവർ പലരുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയട്ടെ, നിനക്ക് കരയുവാൻ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് ഞരങ്ങുവാൻ കഴിയും. നിന്റെ ഞരക്കം എന്റെ അപ്പന്റെ കാതുകളിൽ ധ്വനിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഞരക്കം, നിന്റെ കരച്ചിൽ അവന്റെ സന്നിധിയിൽ എത്തും. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന അതിനപ്പുറമായി ഒരു ആത്മ വിടുതൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് തരാൻ പോകുക. ആരൊക്കെ ഞരങ്ങുന്നുവോ, ആരൊക്കെ നിലവിളിക്കുന്നുവോ, എന്റെ അപ്പന്റെ മുൻപിൽ യേശുവേ എന്ന് നിലവിളിക്കുവാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകും. നിശ്ചയമായി കർത്താവ് നിന്റെ ഞരക്കത്തിന്, നിന്റെ കരച്ചിലിന് കർത്താവ് വിടുതൽ തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, രാത്രി മുഴുവനും പ്രാർത്ഥന. എല്ലാവരും ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണർന്ന് കണ്ണു തുറന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? വലിയ തേജസ്. ഹല്ലേലൂയ. ചാടിക്കേറി പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ പ്രിയരെ? നമുക്ക് 3 കുട്ടിലുണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒന്ന് നമുക്കറിയാം, മോശയ്ക്കും ഏലിയാവിനും യേശുവിനും എന്ന അർത്ഥത്തിൽ ഇവിടെ പറയുകയാണ്. എന്നാൽ ദൈവമക്കളെ, ഇതൊരു പ്രാർത്ഥനയാണെന്നുള്ളത് മറന്നു
പോകുന്നു. ഇന്നേക്ക് പലരും അങ്ങനെയാ, പല വിഷയത്തിൽ ചാടിക്കയറി പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ ഹല്ലേലൂയ, എന്താണ് പറയേണ്ടത്? പ്രാർത്ഥിക്കേണ്ടും വണ്ണം എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ല. ഹല്ലേലൂയ, ദൈവ പൈതലേ, പ്രാർത്ഥിക്കുവാൻ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, അങ്ങ് എന്നെ പഠിപ്പിക്കണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? കർത്താവേ, അങ്ങ് എന്നെ പഠിപ്പിക്കണമേ എന്ന്. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ദൈവ പൈതലേ, അതായത് ഹല്ലേലൂയ, ഒരു പാട്ടിന് സമയം കിട്ടിയാൽ നിങ്ങൾ പാടണം. പ്രാർത്ഥിക്കുവാനുള്ള സമയമാണെങ്കിൽ അതേ പ്രിയരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തെ സാക്ഷീകരിക്കുവാനുള്ള സമയം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തെ സാക്ഷീകരിക്കണം. പിന്നെ ഇന്നേക്ക് അനേക കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവമക്കളെ, അനേകരും അനാവശ്യമായി സമയങ്ങളെ കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വാട്സപ്പും തപ്പി രാവിലെ മുതലുള്ള SMS നോക്കി കോഴി ചികയുന്നത് പോലെ മാന്തി കുത്തിയിരിക്കുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. പ്രിയ സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത സമയങ്ങളെ വേസ്റ്റ് ആക്കരുതേ എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ലീഡ് ചെയ്യുവാൻ ആരും വേണ്ടാന്നേ. നിങ്ങൾ മുട്ടന്മേൽന്നില്ല, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്കാരെ തേടിപ്പോകുന്നതിൽ ഒരർത്ഥവുമില്ല എൻ്റെ സഹോദരങ്ങളെ. ഹല്ലേലൂയ, കർത്താവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. കഴിഞ്ഞ പകൽക്കാലം ഞാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഒരു വിഷയം കൂടിയാ, ഒരു ദിവസം കൂടിയാ ഇന്ന് പകൽക്കാലം. ഞാൻ പല വിഷയങ്ങൾ, ഞാൻ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ പ്രിയരെ, എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനോട് കൂടെയായിരുന്നു എന്ന് എനിക്ക് പറയുവാൻ കഴിയും. കാരണം ഞാൻ പല നിമിഷങ്ങളിൽ, ഞാൻ പലയിടങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞ സമയങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, എൻ്റെ കർത്താവിനോട് സംസാരിച്ച നേരം, ഹല്ലേലൂയ, ചിലപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നവർ എന്താ പറയുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കാതെ വന്ന നിമിഷങ്ങൾ കൂടെ ഉണ്ടായി കഴിഞ്ഞ പകൽക്കാലം. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു എന്നത് ഞാൻ പറയട്ടെ. നമ്മളെ നടത്തുന്നവൻ, നമ്മളെ വഴി നടത്തുന്നവൻ നമ്മുടെ കർത്താവാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ആകയാൽ ഹല്ലേലൂയ, നമ്മളെ ലീഡ് ചെയ്യാൻ ആരുമില്ലെന്ന് ആരും ചിന്തിക്കേണ്ട. നമ്മളെ വഴി നടത്തുന്നവൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശു കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ചിലർക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ ഇല്ലാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ചിലർക്ക് പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ ഇല്ലാതെ പോകുന്നു. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് കരയുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, കുഞ്ഞുങ്ങളെ, കർത്താവിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. യേശു കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കേത് ഭാഷ എങ്ങനെ അപ്പച്ചനോട് സംസാരിക്കാൻ കഴിയുമോ അങ്ങനെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് 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 നമ്മൾ മുന്നേറുമ്പോൾ കർത്താവ് വിവിധ ഭാഷകൾ നമ്മുടെ നാവിൽ തരും. അങ്ങനെയാണ് നമ്മൾക്ക് അനേക ഭാഷകളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഞരക്കങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ കണ്ണുനീരിനെ വിവേചിക്കുവാൻ ആത്മാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിന്റെ ഞരക്കത്തിന്റെ കാര്യം, നിന്റെ വിങ്ങിപ്പൊട്ടലിന്റെ കാര്യം ആത്മാവ് പറഞ്ഞു കൊടുക്കുമെന്നേ. ഹല്ലേലൂയ. നമ്മളൊന്ന് വിങ്ങിപ്പൊട്ടിയാൽ മതി, നമ്മൾ ഞരങ്ങിയാൽ മതി. കർത്താവിനോട് കൂടുതൽ കാര്യമൊന്നും പറയണ്ട. അപ്പൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമോ, നമ്മുടെ കണ്ണുനീരെ കാണുന്ന ദൈവമോ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ആ ദുഃഖത്തെ, വേദനയെ കണ്ട് കർത്താവ് നമ്മളോട് ഇടപെടുക തന്നെ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാം ഒരു രാത്രി മുഴുവൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയരെ, അബ്രഹാം 4 കാര്യമാണ് ദൈവത്തോട് ചോദിച്ചത്. നമുക്കറിയാം എന്താണ് ചോദിച്ചത്? 50 പേരുണ്ടെങ്കിൽ സോദോം പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. 40 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. 30 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? 20 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? അപ്പോഴേക്കും നേരം വെളുത്തു. ഹല്ലേലൂയ. എന്നാൽ ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മെ, അതായത് നമ്മളാണെങ്കിൽ നാം എന്ത് ചെയ്യുന്നറിയാമോ? 4 ചോദിക്കുന്നതിന് മുൻപായി തന്നെ, ആ 4 ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായി എൻ്റെ പ്രിയരെ, അടുത്ത നിലയ്ക്ക് നമ്മൾ പോകും. എന്തിനെന്നറിയാമോ? നമുക്ക് ക്ഷമയില്ല. ദൈവത്തിൽ നിന്ന് മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ക്ഷമയില്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകും. പക്ഷേ അങ്ങനെയല്ല എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തോട് നാം എന്തെങ്കിലും ചോദിച്ചാൽ അത് മറുപടി ലഭിക്കണം. ആ മറുപടി ലഭിക്കുമ്പോഴും നാം കാത്തിരിക്കണം. ഇന്നേക്ക് എത്ര പേർക്ക് മറുപടി ലഭിക്കുമ്പോഴും കാത്തിരിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ പ്രിയരെ. ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ചാൽ ദൈവം അതിന് മറുപടി തരണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ചോദിച്ചു, നീതിമാനെയും ദുഷ്ടനെയും ഒരുമിച്ച് ന്യായം
ന്യായം വിധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ സോദോമിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. പ്രിയരെ, ചോദ്യം ഭൂമിയിൽ നിന്ന്, എന്നാൽ ഉത്തരമോ സ്വർഗത്തിൽ നിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, പ്രാർത്ഥന എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക, ഒരു അതായത് ഒരു വൺ വേ അല്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പെരിയ പ്രവർത്തനമാണ് പ്രാർത്ഥന എന്നത്. പ്രൈസ് ദി ലോർഡ്. നാം അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് നിശ്ചയമായും മറുപടി ഉണ്ടാകും. ആ മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ കാത്തിരിക്കണം ദൈവമക്കളെ. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല എന്നുള്ള ആ ഒരു മറുപടി ഹല്ലേലൂയ നാം കേൾക്കണം. സ്നേഹിത, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ് പ്രാർത്ഥന എന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ സമയം ഹല്ലേലൂയ നമുക്കറിയാം, നാം വേദപുസ്തകം നാം ഒന്നുകൂടെ നാം പരിശോധിക്കുമ്പോൾ, എൻ്റെ പ്രിയരെ, കാരാഗ്രഹത്തിൽ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുകയാ. എന്നാൽ ദൈവ പൈതലെ, ഈ സമയം ചില അമ്മാമ്മമാർ എന്തെന്നറിയാമോ, കരഞ്ഞു പ്രാർത്ഥിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ആ സമയം ദൂതൻ ഇറങ്ങി വന്നു, എല്ലാ വാതിലും തുറന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാമോ? ദൂതന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. താക്കോൽ ദൂതന്റെ കയ്യിലാണ്. കുഞ്ഞേ, നീ അതോർത്ത് പേടിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ദൂതനെ ഇറക്കി വിടുമെന്നേ. ഹല്ലേലൂയ. ആരൊക്കെ ഇന്ന് രാത്രികാലം നിലവിളിക്കുന്നുവോ, ആരൊക്കെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, തലമുറയുടെ വിഷയത്തിൽ, കുഞ്ഞ്, എൻ്റെ മകൻ പഠിക്കുന്നില്ല, അവന് പഠിപ്പ് വരുന്നില്ല എന്നോർത്ത്, വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഹല്ലേലൂയ മുട്ടുമേൽ നില്ല്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലത്തോട് ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൂതനെ ഇറക്കി വരുത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആകയാൽ തക്ക സമയത്ത് വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആകെ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥന എന്നത് വിജയത്തിന്റെ രഹസ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നത് സ്വർഗം തുറക്കുന്ന താക്കോലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥനയിലെ രഹസ്യം എന്ന് പറയുന്നത്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്നത് പ്രൈസ് ദി ലോർഡ് സ്വർഗം തുറക്കുന്ന താക്കോല. വിശ്വാസത്തോടുകൂടി ദൈവജനം ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പിശാച് കെട്ടിയടച്ച നിന്റെ ആത്മീക മണ്ഡലങ്ങൾ ഇന്ന് തുറക്കാൻ പോകുക. ദൈവദാസനെ, ഹല്ലേലൂയ, വിശ്വാസികൾ ഇല്ല എന്നോർത്ത് ഭാരപ്പെടുകയാണോ? ഹല്ലേലൂയ. ആത്മീക രംഗത്ത് ഹല്ലേലൂയ തകർന്നു പോയി എന്നോർത്ത് ഭാരപ്പെടുകയാണോ? പ്രൈസ് ദി ലോർഡ്. പിശാച് ചില മണ്ഡലങ്ങളെ കെട്ടിവെച്ചിരിക്കുക. അതൊക്കെയും ഇന്ന് രാത്രികാലം നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഹല്ലേലൂയ പുതുവഴികളെ തുറക്കുന്നവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില പൈശാചിക പോരുകൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ, അതേ പ്രിയരെ, ഹല്ലേലൂയ, അതേ തുറന്നു വരുന്ന ഒരു ദിവസമായി മാറും. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാൻ കഴിയും? നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതനെ അയക്കുമ്പോൾ ദൂതൻ വന്ന് അടഞ്ഞു കിടന്ന വാതിലുകളെ തുറന്നു തരും. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൂതൻ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ നമുക്ക് വേണ്ടി തുറന്നു തരും. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടെ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? സത്യത്തിൽ ആ സഹോദരിമാർ പത്രോസിനെ കാണാൻ അങ്ങോട്ട് ഹല്ലേലൂയ പോയില്ല എന്നതാണ് സത്യം. ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ലെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർ ഇരുന്ന ഇടത്ത് അവർ ഒരുമിച്ചു. അവർ ഇരുന്ന ഇടത്ത് അവർ ഏകാഗ്രതയോടുകൂടെ ഒരു മനപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ അവരുടെ പ്രശ്നത്തിന് വിടുതലുണ്ടായി. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. 5 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്നു, അവന്റെ അടുക്കൽ ചെന്നു, എനിക്ക്
3 കടം തരയണം എന്ന അവന്റെ മറ്റൊരു സ്നേഹിതന്റെ അരികിൽ അവൻ പറയുക. അതായത് ഒരു സ്നേഹിതൻ, അവന്റെ സ്നേഹിതൻ വഴിയാത്രയിൽ അന്തിമയങ്ങുമ്പോൾ പോകുവാൻ കഴിയാതെ ഈ സ്നേഹിതനെ തേടി അവന്റെ ഭവനത്തിൽ വരികയും, ഈ സ്നേഹിതൻ ഭവനത്തിൽ വന്നപ്പോൾ ഭവനത്തിലായിരിക്കുന്ന സ്നേഹിതന് ഈ വന്ന സ്നേഹിതനെ അവനെ പോഷിപ്പിക്കുവാൻ അവന് ഒന്നുമില്ല, ആഹാരമില്ലാത്തത് കൊണ്ട് ഈ ഭവനത്തിലായിരുന്ന സ്നേഹിതൻ അവന്റെ തൊട്ടടുത്തുള്ള ഒരു സ്നേഹിതന്റെ ഭവനത്തിൽ ചെന്ന കഥകിൽ മുട്ടിയിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞതറിയാമോ? എനിക്ക് 3 അപ്പം കടം തരയണമെന്ന്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ വീട്ടിനകത്തായിരിക്കുന്ന സ്നേഹിതൻ 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെയാണ്, ഞാൻ കഥകടച്ചു പോയി എന്നിങ്ങനെ ചില തടസ്സങ്ങൾ പറയുന്നു. എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ ആയിരിക്കുന്നു എന്ന് ലജ്ജ കൂടാതെ വെളിയെ നിൽക്കുന്ന ആ സ്നേഹിതൻ കഥകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ കാര്യം? തനിക്ക് ആ വന്ന സ്നേഹിതനെ മാനിക്കുവാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ ഉറങ്ങാൻ കിടന്ന സ്നേഹിതൻ തന്നെങ്കിലേ മതിയാകുകയുള്ളൂ എന്നതുകൊണ്ട് താൻ അവിടെ നിന്ന് കഥകൾ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ഉറങ്ങാൻ കിടന്ന സ്നേഹിതൻ കുറച്ച് സമയമായപ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, എന്റെ സ്നേഹിതനെ എന്നെ വിട്ട വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് എന്റെ സ്നേഹിതന് കൊടുക്കണമെന്ന് വിചാരിച്ച് താൻ എഴുന്നേറ്റ് വന്ന സ്നേഹിതൻ 3 അപ്പമാണ് കടം ചോദിച്ചത്. എന്നാൽ വേണ്ടുവോളം കൊടുത്തു എന്ന വചനം വ്യക്തമാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥന അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ചോദിച്ചാൽ കൊടുക്കാവുന്ന ഒരു സ്നേഹിതൻ ഇവനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥന സ്നേഹിതന്മാർ തമ്മിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരാൾ മാത്രമല്ല, ആ സ്നേഹിതർ തമ്മിൽ ഒരുമിക്കണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വെളിയെ നിന്നവൻ കതവേ മുട്ടി, അകത്ത് കിടന്നവൻ ഉണർന്നു. എന്നാൽ ദൈവമക്കളെ, എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ നിന്റെ സ്നേഹിതനാ? ഹല്ലേലൂയ. ഇരിക്കുന്ന ദൈവമക്കളെ, ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന കുഞ്ഞെ, ഒന്ന് പറയുവാൻ കഴിയുമോ, ഞാൻ നിന്റെ സ്നേഹിതനാ, ഞാൻ നല്ല സ്നേഹിതനാ? എത്ര പേർ ഒരു നല്ല സ്നേഹിതനായി കാണപ്പെടുന്നു, അല്ലെങ്കിൽ നല്ല ഒരു സ്നേഹിതയായി കാണപ്പെടുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞെ, വചനം പറയുന്നു, എന്റെ കൽപ്പന അനുസരിക്കാത്തവൻ എനിക്ക് സ്നേഹിതൻ അല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കൽപ്പന അനുസരിക്കാത്തവൻ എനിക്ക് സ്നേഹിതൻ അല്ല. സ്നേഹിത, നീ ദൈവത്തോട് അടുത്തു വാ, എന്നാൽ ദൈവം നിന്നോട് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം? നമുക്ക് ദൈവത്തെ ഒന്ന് വിളിക്കാം. അപ്പാ, എന്റെ അരികിലേക്ക് ഒന്ന് ഇറങ്ങി വാങ്ങപ്പാ, എന്നോട് അപ്പച്ചൻ സംസാരിക്കണമേ. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ പ്രിയ ദൈവങ്ങളെ, മിക്കവാറും രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഹസ്ബൻഡും, ഞങ്ങൾ 4 പേരും പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്, അപ്പാ, ഞങ്ങളോട് 4 പേരോട് അപ്പച്ചൻ സംസാരിക്കണമേ, അപ്പന്റെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച കിടന്നുറങ്ങുന്നത്. ഇതുവരെയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ കുഞ്ഞെ, ഇന്ന് രാത്രിക്കാലം ഒരു ഉറച്ച തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇനി അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, രാത്രിയിൽ അങ്ങ് ഇറങ്ങി വരണമേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, നിന്റെ നിലവിളിക്ക് മറുപടി ഉണ്ടാകും. പ്രിയരേ, അകത്ത് കിടക്കുന്നവൻ മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ല, പിന്നെയോ അപ്പം വീട്ടിലില്ല എന്ന് അവൻ പറഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, അവൻ എന്താ ചെയ്തത്? ചില തടസ്സങ്ങൾ പറഞ്ഞു. എന്നാൽ പ്രിയരെ, ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ, നിന്റെ ഭവനത്തിൽ ദൈവിക വാഗ്ദത്തം വെളിപ്പെടുവാൻ തടസ്സം നീങ്ങുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങുന്നത് വരെ നീ പ്രാർത്ഥിക്കണം കുഞ്ഞേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ തടയുന്ന ചില പോരുകൾ, നന്മകളെ മുടക്കുന്ന ചില പോരുകൾ, ദൈവിക മറുപടി തടയുന്ന ചില പോരുകൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവം അഴിക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നിന്റെ നന്മയ്ക്കെതിരെ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾക്കെതിരെ അലയടിച്ചുയർന്ന ചില വെല്ലുവിളികളെ സ്വർഗം അഴിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ അർദ്ധരാത്രിയിൽ താൻ എന്താ ചെയ്തത്?
ചെയ്തത്? എഴുന്നേറ്റ് താൻ പാടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു പ്രിയരെ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഒരു സാധാരണ വിഷയമാണ് ഒരു കാരാഗ്രഹം, ഒരു ജയിലിന്റെ അടിസ്ഥാനം, അടിത്തറ കുലുങ്ങി എന്നൊക്കെ പറയുന്നത്. ചങ്ങലകൾ പൊട്ടി താഴെ വീണു, വാതിലുകൾ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയരെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയിൽ വിടുതലുണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം ഉണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനയിൽ പാപികൾ മാനസാന്തരപ്പെടണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പ്രിയരെ ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കണം. നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, തമിഴ്നാട്ടിലിരുന്ന സിസ്റ്റർ റോസ്ലിൻ സുരേഷ് കേരളത്തിലുള്ള ഒരു സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ രോഗം സൗഖ്യമുണ്ടാകണം, പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകണം. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ നമുക്കറിയാം കോരഹ്, ദാൻ, ദാദാൻ, അബീരാം എന്ന ദാൻ, അവരുടെ കൂടെ 150 പേർ ഒരുമിച്ച് കൂടി തിരഞ്ഞെടുപ്പിനെ, ശുശ്രൂഷയെ, അഭിഷേകത്തെ, വിശുദ്ധിയെ അവർ ചോദ്യം ചെയ്തു. കൂടെ നിന്നവർ പക്ഷേ മോശ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തറിയാമോ? കവിണ്ണു വീണു. മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചത് മുട്ടിന്മേൽ നിന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യുദ്ധം വന്നപ്പോൾ 2 കൈ ഉയർത്തിപ്പിടിച്ചത് മോശ പ്രാർത്ഥിച്ച ദൈവത്തോട്. കൈ കുഴഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കൈ താങ്ങിപ്പിടിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൈ താങ്ങി നിർത്തി എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പാളയത്തിനപ്പുറത്ത്, അതായത് പാളയത്തിനകത്ത് യുദ്ധമുണ്ടായപ്പോൾ ഭക്തൻ കൈ ഉയർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സമയം എന്ത് ചെയ്യുന്നറിയാമോ? കവിണ്ണു വീണു. ഗ്ലോറി, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കവിണ്ണു വീണു. എന്റെ പ്രിയരെ, ഹല്ലേലൂയ. നീ കവിണ്ണു വീഴാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ എഴുന്നേൽക്കുന്നത് വിടുതൽ കൊണ്ടായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു പറയട്ടെ, കവിണ്ണ് ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ് നിലവിളിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും, നിന്റെ ജീവിതം വിടുതലായി മാറും. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീക സന്തോഷവും വിടുതലും നിനക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നത് ഞാൻ ഉറപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന ആ വിഷയത്തിന് വിടുതൽ തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയെ ദൈവം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരെല്ലാം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ ഹല്ലേലൂയ നിലവിളിക്കുന്നുവോ? ഹല്ലേലൂയ. കുഞ്ഞേ, നിന്നെ കരം പിടിച്ച് ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശിഷ്യന്മാർ ചോദിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. ദൈവ പൈതലേ, ഹല്ലേലൂയ. വിഷയങ്ങളുടെ ഗൗരവം കണ്ട് ദൈവസന്നിധിയിൽ കവിണ്ണു വീണാൽ കുഞ്ഞേ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. നമ്മളുടെ വിഷയം എന്ത് തന്നെയായിരുന്നാലും അത് ഗൗരവത്തെ, അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ താണു വീണ, കവിണ്ണു വീണാൽ, നീ നിലവിളിച്ചാൽ നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും എന്നത് ഇന്ന് രാത്രികാലം വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാരൊക്കെയോ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് നീറിപ്പുകയുന്ന വിഷയവുമായി ഹല്ലേലൂയ ഇന്നേക്ക് പലരും ആയിരിക്കുന്നു. എന്റെ വേദന എനിക്ക് ആരോട് പറയുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന സഹോദരി, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഈ രോഗം വന്ന നിമിത്തമായി എനിക്ക് ഈ വിഷയം ആരോട് പറയുവാൻ കഴിയുന്നില്ല. എന്റെ ഈ രോഗമുള്ളതിന് നിമിത്തമായി എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വെളിയിലേക്ക് വിടുവാൻ കഴിയുന്നില്ല എന്ന് ഹല്ലേലൂയ ഭാരപ്പെടുന്നവർ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഒന്ന് കവിണ്ണു വീണാട്ടെ, നിലവിളിച്ചാട്ടെ. ആ കരച്ചിലിന്റെ ശബ്ദം എന്റെ അരുമനാഥന്റെ കാതുകളിൽ ധ്വനിക്കും. ഇന്ന് രാത്രികാലം വിടുതലിന്റെ ഒരു ദിനമായി മാറട്ടെ, അത്ഭുതത്തിന്റെ ദിനമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പോതും സഹോദരി, ഇതുവരെ കഷ്ടപ്പെട്ടത് മതി, നീ വേദനപ്പെട്ടത് മതി, നീ നീറിപ്പുകഞ്ഞത് മതി. ഭർത്താവിനോട് പോലും പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള വേദന നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ മതി. ദൈവസന്നിധി താഴ്ത്തി സമർപ്പിച്ചാട്ടെ, നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത്
ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, പ്രാർത്ഥനയിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പിക്കുവാൻ, ഞങ്ങളെ ചിന്തിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. കേട്ട വചനത്തിനായി സ്തോത്രം, വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കണമേ. അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു പിതാവേ. സകല നന്മകളാലും നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹാലലി, ഈ വചനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നതിനോടൊപ്പം പ്രിയ കർത്തദാസന്മാർ ഇവിടെ നമ്മുടെ പാസ്റ്റർ ജോൺസൺ പാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്കിങ്ങനെ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോട് കുടുംബത്തോടുള്ള നന്ദി വീണ്ടും ഞാൻ അറിയിക്കുന്നു. എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ, എൻ്റെ പേജിന്റെ, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒക്കെ എൻ്റെ വിലപ്പെട്ട അഡ്മിന്മാർ, എൻ്റെ സഹോദരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ, അതായത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പകൽ 4 മണിയായിരിക്കും മെസ്സേജ് എന്നതും ഞാൻ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്നും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്നും 2 യൂട്യൂബ് ചാനൽ സജീവമാണ്. അതിൽ ദിനതോറും ആത്മീയ വചനത്തിലൂടെ ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വചനം കേൾക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും ശുശ്രൂഷയെ മാനിക്കാവുന്നതാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരേപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.